മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14 വയസ്സുകാരന് നിപ്പ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് ജാഗ്രതയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ഈ രോഗം സ്ഥിരീകരിച്ച പാണ്ടിക്കാടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആകെ 214 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 60 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. അതോടൊപ്പം ഇന്ന് രാവിലെ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിപ്പയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വിവരങ്ങൾ മലപ്പുറത്ത് നിന്നും അരുൺ അമൃതനാഥ് ആയിരിക്കും നൽകുന്നത്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദിനെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം അരുണിലേക്ക് പോവുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. മലപ്പുറത്താണ് അതീവ ജാഗ്രത ആദ്യം തന്നെ വേണം, കാരണം ജില്ലയിലാകെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ റൂട്ട് മാപ്പ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നിപ്പ സ്ഥിരീകരിച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും എന്തെല്ലാം കൂടുതൽ നിയന്ത്രണങ്ങൾ ആ പ്രദേശത്താകെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ജില്ലയിലാകെ എന്തെല്ലാം നിർദ്ദേശങ്ങൾ, ജനങ്ങൾ എങ്ങനെയോട് സഹകരിക്കുന്നു, പറയും. ഗുഡ് മോർണിംഗ് പൂജ. ആദ്യം തന്നെ നമ്മൾ അതിജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അതാണ് നമ്മുടെ ചരിത്രവും. കഴിഞ്ഞ 4 തവണയും നമ്മൾ അങ്ങനെയാണ് ഈ നിപ്പ ബാധയെ നേരിട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതേ ഒരു ഒത്തൊരുമ, അതേ ഒരു മുൻകരുതലോടെയുള്ള ഒരു നമ്മളെ പ്രതിരോധ പ്രവർത്തനം വേണം എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. അത്തരത്തിലുള്ള ഈ മുന്നൊരുക്കങ്ങളിലേക്കും ഇവിടുത്തെ നിയന്ത്രണങ്ങളിലേക്കും തന്നെ നമുക്ക് ആദ്യം വരാം. ആദ്യം തന്നെ പറഞ്ഞതുപോലെ ആനക്കയം, ഈ പാണ്ടിക്കാട് എന്നീ 2 പഞ്ചായത്തുകളിലാണ് നിയന്ത്രണമുള്ളത്. അതായത് ഈ 3 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശമാണ്. ഇവിടെയൊന്നും ഗതാഗതം ഒന്നും അങ്ങനെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നിർദ്ദേശമുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ളതാണ് നിർദ്ദേശം. ഇത് വലിയൊരു പ്രോസസ്സാണ് പൂജ. ഈ ഒരു സമ്പർക്ക പട്ടികയിലുള്ളവരെ ഉൾപ്പെടുത്തി അവരെ നിരീക്ഷണത്തിലാക്കി അത് ഏറ്റവും ഊർജ്ജസ്വലമായി തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ആദ്യ ദിനം തന്നെ രോഗബാധ സംശയിച്ച ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇവിടെയൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ അതനുസരിച്ച് കുറേ പേരുണ്ടാകാം. അതൊക്കെ നമ്മുടെ ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർ, ആദ്യം പെരിന്തൽമണ്ണയിലെ ക്ലിനിക്കിലെത്തിയവർ, അവിടെയുള്ള ഡോക്ടർമാർ, സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ, ഇവരൊക്കെ നിരീക്ഷണത്തിൽ വരുന്നതാണ്. അങ്ങനെയാണ് ഈ 214 പേരെന്ന കണക്ക് വരുന്നത്. ആ കണക്കിനെയും കൂടിയേക്കാം. അതിലൊന്നും ആശങ്ക വേണ്ട. അതൊക്കെല്ലാം നമ്മുടെ മുൻകരുതലിൻ്റെ ഭാഗമായി ഇവരൊക്കെ കൃത്യമായി നിരീക്ഷിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് രോഗലക്ഷണങ്ങളെ കാണിക്കുന്നവരെ ഐസൊലേറ്റ് ചെയ്തു വരണം. അതിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രത്യേകമായി 9 വാർഡുകൾ എന്തായാലും തുറന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനം എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായ പ്രോസസ്സിലൂടെ നമ്മൾ മുൻകരുതൽ പാലിച്ച് അത്ര ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും കാര്യം സുരക്ഷിതരായി വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. ജില്ലയിലെ ഈ പ്രശ്നബാധിത മേഖലയിലുള്ളവർ പ്രത്യേകിച്ചും. ഒപ്പം ജില്ലയിലാകെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മാസ്ക് ധരിക്കണം, അനാവശ്യമായ സന്ദർശനങ്ങൾ ആശുപത്രിയിലേക്കുള്ളതൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് മാത്രമാണ്. അത്യാവശ്യ കേസുകൾ മാത്രം ആശുപത്രിയിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഇന്നലെ തന്നെ വ്യക്തമാക്കിയ കാര്യം എന്നുള്ളത്. ആ രീതിയിൽ മാസ്ക് ധരിക്കണം, അനാവശ്യമായിട്ട് ആശുപത്രിയിലേക്കൊന്നും പോകണ്ട, കാരണം ഈ ആരെങ്കിലും ഒക്കെ കാണാൻ പോകുക, ആ രീതിയിലുള്ള സന്ദർശനമൊക്കെ പരമാവധി ജില്ലകളിൽ ഒഴിവാക്കുക. കാരണം നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മളതൊക്കെ കൃത്യമായി തന്നെ പാലിക്കും. അരുൺ പറഞ്ഞതുപോലെ തന്നെ അതിജീവിച്ച ചരിത്രം മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് കോഴിക്കോടേക്ക് കൂടി പോകാം. മുഹമ്മദ് ഷഹീദ് അവിടെ നിന്നും ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. നിപ്പ സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് ജില്ലയിലും ജാഗ്രത നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടി കോഴിക്കോടാണ് ചികിത്സയിലുള്ളത്. ആ രീതിയിൽ ജില്ലയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടിയുടെ ആരോഗ്യ സ്ഥിതി തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കുട്ടിയെ മാറ്റിയത്, സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റിയത്. അതിനുശേഷം അവിടെ വെന്റിലേറ്ററിലാണ് കുട്ടി കഴിയുന്നത്. തീവ്ര പരിചരണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു കാര്യം, ഇന്ന് മോണോക്ലോണൽ ആൻറ്റിബോഡി, ഈ നിപ്പ വൈറസിനുള്ള ചികിത്സയ്ക്കുള്ള മരുന്ന് ഇന്ന് ഷിപ്പിംഗ് വഴി ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രോഗം നിപ്പ സ്ഥിരീകരിച്ച് 24 മണിക്കൂറിനകം ചികിത്സ തുടങ്ങണമെന്നാണ് ഇതിൻ്റെ പ്രോട്ടോക്കോളിൽ. ആ രീതിയിലാണ് അതിൻ്റെ ചികിത്സാ സമ്പ്രദായമുള്ളത്. അതുകൊണ്ട് തന്നെ അതിവേഗം മരുന്ന് എത്തിക്കഴിഞ്ഞാൽ വേഗം തന്നെ മരുന്ന് നൽകാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കായിരിക്കും ഇപ്പോൾ ഡോക്ടർമാരും ഒക്കെ നീങ്ങുക. പക്ഷേ അത് അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് കുട്ടിയുള്ളതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ മരുന്നിൽ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല. അധികാരി കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ഡോക്ടർമാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുക. ഏതായാലും അവിടെ ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുകയാണ് കുട്ടി. ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ ഉമ്മയും ഉപ്പയും, ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ബന്ധുവും, 3 പേർ ഇപ്പോൾ ഐസൊലേഷനിൽ കഴിയുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ. ഒപ്പം തന്നെ
കൂടുതൽ ഐസൊലേഷൻ വാർഡുകൾ, ഏകദേശം 70ഓളം ഐസൊലേഷൻ വാർഡുകൾ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2018 പിന്നീടുമൊക്കെ ഇപ്പോൾ വന്ന ശേഷം ഇത് കൈകാര്യം ചെയ്തൊരു അനുഭവ പരിചയം കോഴിക്കോട് മെഡിക്കൽ കോളേജിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനമായും ഈ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് കോഴിക്കോട് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ ഉള്ളത്. അവിടെ കൂടുതൽ ഈ ഐസൊലേഷൻ വാർഡ് നിൽക്കുന്ന പ്രദേശത്തേക്ക് മറ്റു രോഗികളോ മറ്റു ആളുകളോ ഒക്കെ വരുന്നതിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി അങ്ങനെയുള്ള ഒരു നിയന്ത്രണമാണ്. ജില്ലയിൽ മറ്റ് നിയന്ത്രണങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ആരോഗ്യവകുപ്പും കോഴിക്കോട് മെഡിക്കൽ കോളേജും ഡോക്ടർമാരും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ കുട്ടിയുടെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ മരുന്ന് ആൻറ്റിബോഡി എത്തിയ ശേഷം അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ നീങ്ങും.